Good evening. Good evening. സോളറി എന്നെ പരിചയപ്പെടുത്തി പേര് അൽതാഫ് എന്നാണ്. വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതാണ്. ബിസിനസ് വളരെ സീരിയസ്ലി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ബിസിനസ്സിനകത്ത് വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ബിസിനസ്സിനകത്ത് വരുന്നതിന് മുന്നേ ഒരു അലുണ്ടാക്കുന്ന ജോലി ഹൗസ് ഡ്രൈവർ ആയിരുന്നു. ബിസിനസ്സിനകത്ത് വരാനുള്ള ഏക കാരണം എന്താ വെച്ചാൽ ഇന്നൊരു വശം ഇവിടെ വന്നിരിക്കുന്ന ഒരു മെജോറിറ്റി ആളുകളും ഈ ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്യുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണോ അല്ലേ? അങ്ങനല്ലേ? വേറെ എന്തെങ്കിലും പർപ്പസിനകത്ത് വന്നാണ്. എന്റെ കൂടെ വേറെ പർപ്പസിനകത്ത് വന്ന ആളുകളുടെ ബിസിനസ്സിനകത്ത് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന ആൾക്കാരുടെ കൂടെ ബിസിനസ്സിനകത്തുണ്ട്. കണ്ടമാനം ഫണ്ടുള്ള ആളുകളാണ്. അവർ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനത്തെ ആളുകളുടെ കൂടെ ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എസ്പെഷ്യലി ഞാൻ ഈ ബിസിനസ്സിനകത്ത് വന്നത് നല്ല രീതിയിലകത്തുള്ള ഒരു സാമ്പത്തിക ഭദ്രത ക്രിയേറ്റ് ചെയ്യാനും. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് എന്ന സാധനത്തെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത് നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ട് തീരുന്നത് എന്തായിരുന്നു, പൈസ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും? പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. പൈസ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട്. പൈസ ഉള്ളവരൊക്കെ ഞാൻ വലിയ പൈസക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെട്ടിക്കൂടി തട്ടിക്കൂടി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു തരത്തിലായിരുന്നു ഞാനൊരു കാലം വരെ നയിച്ചുകൊണ്ടിരുന്നത്. ഇവിടാണ് ഓരോ എക്സ്പീരിയൻസ് ഷെയറിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ആളുകളുടെ ജീവിതത്തിനകത്ത് വിജയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിംഗ് കേൾക്കാൻ. ഈ എക്സ്പീരിയൻസ് ഷെയറിംഗ് പല കൺസെപ്റ്റിനകത്തുകൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ എക്സ്പീരിയൻസ് ഷെയറിംഗ് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ജീവിതത്തിനകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല കഠിനമായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഹാർഡ് വർക്ക് ഉണ്ടെന്ന്. ഈ ബിസിനസ്സിനകത്ത് വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്ന അത്രയും മാത്രമുള്ളൂ. കാരണം എന്റെ ജീവിതത്തിനകത്ത് എന്റെ കുടുംബത്തിനകത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ട് 3 കുട്ടികളുണ്ട്. എന്നൊക്കെ ചിലപ്പോൾ കണ്ടാൽ നമുക്ക് തോന്നൂല. ചിലപ്പോൾ അങ്ങനെയാണ്. അതല്ലേ, 24 വയസ്സായിട്ടുള്ള ഒരു മോനൊക്കെ ഉണ്ട്. കാരണം എന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ചെറുതാന്നുള്ളത്. 3 മക്കളാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യമാണ് ഞാൻ എന്റെ ജീവിതത്തിനകത്ത് ആഗ്രഹിച്ചത്. ഈ 3 മക്കൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നാലും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒന്നും മാറ്റി വെക്കരുത്. ഇതായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. കാരണം എന്താ, അവര് ഒരു സമയത്ത് എന്നോട് ചോദിച്ച സംഭവങ്ങളുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ മോള് ചോദിച്ച സമയത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു സൈക്കിൾ വാങ്ങിത്തരാൻ വേണ്ടി എന്റെ മോൻ ചോദിച്ച സമയത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി. നമ്മൾ ആലോചിച്ചൊക്കെ ഭക്ഷണങ്ങൾ പല സമയത്തും നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികളായിട്ട് വൈകുമ്പോൾ പോകുന്ന സമയത്ത് അൽഫാമിന്റെ സ്മെല്ല് കേൾക്കൂലേ, സവായന്റെ സ്മെല്ല് കേൾക്കും. മക്കളൊക്കെ കേൾക്കാറില്ലേ? മൂക്കുണ്ടെങ്കിൽ കേൾക്കും. എന്റെ മക്കളെ ഞാൻ മൂക്ക് പൊത്തിക്കൊണ്ടാ. കാരണം ബൈക്കിന്റെ മുകളിൽ പോകുന്ന സമയത്ത് സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ മോളിങ്ങനെ പറയും നല്ല അടിപൊളിയായിട്ടോ വന്നേ. അപ്പൊ ഞാൻ മോളോട് തൽക്കാലം മണത്ത് നിന്നോ പിന്നെ വാങ്ങിച്ചു തരുന്നതായി. കാരണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പൈസ എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് കാരണം അലുവുണ്ടാക്കിയിട്ട് കിട്ടുന്ന ജോലി ഏകദേശം ഞാൻ പറഞ്ഞ ഹൗസ് ഡ്രൈവർ ജോലിക്കും പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിന് കണക്കുണ്ട്. പക്ഷെ ആ വരുമാനം കൊണ്ട് 2 തലയും കൂട്ടിമുട്ടിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് വൈഫ് എപ്പോഴും പറയും പെരുന്നാൾ വാങ്ങാൻ വേണ്ടിയിട്ട് പെരുന്നാൾക്ക് ഷോപ്പ് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ പിന്നാലെ നടക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മള് വൈഫിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ, അപ്പൊ നമ്മള് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതിന്റെ പുറകെടുത്ത് ബാക്കിൽ നോക്കുന്ന സമയത്ത് റൈറ്റ് നോക്കുമ്പോ 1000ന്റെ മുകൾക്കാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയും ഈ സാധനം നല്ലതല്ല. കാരണം അത് നല്ലതല്ലാണ്ട് നമ്മൾ നോക്കുന്ന എന്തെങ്കിലും പറ്റൂല. അപ്പൊ ഇതൊക്കെ മാറിയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാണെന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിന്ന ഒരു മനുഷ്യരായിരുന്നു. പക്ഷെ MI ലൈഫ് സ്റ്റൈൽ ബിസിനസിനകത്ത് 2018 കടന്നു വന്ന സമയത്ത് എന്നെ ബിസിനസിനകത്ത് സ്പോൺസർ ചെയ്യുന്നത് റഫീഖ് സാറാണ്. ഈ ബിസിനസിന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് റഫീഖ് സാറാണ്. ഇന്ന് ഇവിടെ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഒരാളും ഇന്നെ 26-27ഓളം കോൾ ചെയ്തിട്ടുണ്ട് ഇന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുള്ളി. എന്നിട്ട് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഫോൺ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. കാരണം പുള്ളി വിളിക്കുന്ന പ്രോഗ്രാമിനകത്തൊന്നും എനിക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും ഇനി ഒരു നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യൂല എന്നുള്ള രീതിയിനകത്ത് നിൽക്കുന്ന മനുഷ്യനെ. പക്ഷെ വൺസ് ആ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേന്ന ദിവസം പുള്ളിനെ വിളിച്ച സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞില്ല, ഇനി ധൈര്യമായിട്ട് ഫോൺ എടുക്കാമല്ലോ. ഫോൺ എടുത്തപ്പോഴും പുള്ളി കാരണം ചൊവ്വാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. ശരി, ഇന്നാ കിടക്കേണ്ടതല്ല, പിന്നെ കളവ് പറയാൻ പറ്റില്ല. നേരെ ചൊവ്വാഴ്ച പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് വന്ന സമയത്ത് തന്നെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുള്ളിക്ക് എടുത്തിട്ട് ഒരു 5100 രൂപ എടുത്ത് കൊടുത്തിട്ട് ബിസിനസ്സിനകത്ത് ജോയിൻ ചെയ്ത് ആ സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞ ഏക കാര്യത്തിലുള്ള ബിസിനസ് നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യും, സീരിയസ്ലി ചെയ്യും. ഒരു 10 ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ പുള്ളിയുടെ വീട്ടിൽ വിളിച്ചിട്ട് വീട്ടിൽ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് ബിസിനസ്സിനകത്ത് പുള്ളി അറിയാൻ ഞാനും കട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് തുടങ്ങിയല്ലെന്ന് ചോദിച്ചു. പുള്ളിനോട് ചോദിച്ചു എങ്ങനെ നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചു. ആ പുള്ളിനോട് എനിക്കറിയില്ല. കാരണം പുള്ളി ബിസിനസ്സിനകത്ത് വന്നിട്ട് ഫസ്റ്റ് ആണ്. പുള്ളിക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ, നമ്മൾ ഒരുമിച്ച് വരുന്ന ആളുകളാണ്. സോ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് മനസ്സിലായി, ഈ ബിസിനസ് പഠിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള മനസ്സിലായി. കാരണം സിമ്പിൾ പ്ലാൻ ആണ്. 10,000 രൂപയുടെ ബിസിനസ് ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും പ്ലാൻ കേട്ടിട്ടുണ്ടാവും. അത് അങ്ങനെയാണ് വരച്ചു. പിന്നെ എനിക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. 4ാം ക്ലാസ്സുകാരനാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, എന്തായി ഈ പരിപാടി എനിക്ക് പറ്റിയ പരിപാടിയാണ്.
കമ്പനി നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റേജിനകത്ത് കമ്പനി പറയുന്നത് ഇതിൽ നോ ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല ഈ ബിസിനസ്സിനകത്ത്. ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല സാറേ, അപ്പൊ ഞാൻ അത് മാത്രമേ കണ്ടിട്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം പോയി എനിക്ക് നിന്റെ പേരല്ലാണ്ട് എന്റെ പെണ്ണുങ്ങളെ പേര് എഴുതാൻ പറഞ്ഞാൽ ഞാൻ എടുക്കണം. സത്യം പറയുന്നു, എന്റെ കോട്ടും സൂട്ടൊക്കെ കണ്ടാത്തൊക്കെ ഒരു പൊടിച്ചാ. കാരണം ഇതിന്റെ ആഗ്രഹമായിരുന്നു എന്ത് നല്ല ഡ്രസ് ഇടുക, നല്ല ഷൂ ഇടുക, നല്ല ഷർട്ട്, ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനൊന്നും പഠനം വേണ്ടെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനൊന്നും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം വേണ്ടെന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 2 പ്രൊഡക്റ്റിന്റെ പേര് പഠിച്ചിട്ട് ഈ ബിസിനസ് നടത്തുന്നത്. എന്താ 2 പ്രൊഡക്റ്റിന്റെ പേര്? ഒന്ന് ചാമ്പി ടൈലർ, എന്താ അതിന്റെ പേര് പെട്ടെന്ന് കിട്ടും, നല്ല ചാമ്പടാ, അതുകൊണ്ട് ആ പേര് പെട്ടെന്ന്. പിന്നെ നോ വേദന, മനസ്സിലായില്ലേ? വേദന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിത് പറ്റുന്ന സാധനം നോ വേദന. ഈ 2 പേര് വെച്ചിട്ട് പിന്നെ ഞാൻ ആൾക്കാരോട് പറയാൻ എന്താ അറിയോ, നിങ്ങളൊക്കെ വീട്ടിൽ ചോറ് വന്നിടണം നോക്കാൻ ഒരേ അരിയിട്ടിട്ടല്ലോ നെക്കി വെക്കുക, എല്ലാരും ഇങ്ങനെ നെക്കി വെക്കുക. അപ്പൊ വേണ്ട പ്രൊഡക്റ്റ് 1-2 മാത്രം മതി. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര സംഭവം. 10,000 രൂപ 15,000 രൂപ പടി അവിടെ വന്നാൽ കിട്ടും. 1000 രൂപ കിട്ടും. 1,00,000 പടി അവിടെ വന്നാൽ കിട്ടും. 15,000 രൂപ കിട്ടും. ആണോ? 2.5 ലക്ഷം രൂപന്റെ ബിസിനസ് എന്ത് ചെയ്താൽ മതി? അല്ല, 15,000 ലക്ഷം വന്നാൽ 2,10,000. ഓരോ കൂടെ ഞാൻ റെഡിയാണ്. ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് എന്തായാലും 2,10,000 വാങ്ങിയാൽ മതിയാവും അടങ്ങാത്ത വാശി ഉണ്ടായിരുന്നു. 11ാമത്തെ മാസം 2,10,000. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, പഠനത്തിന്റെ ആവശ്യം ബിസിനസ്സിനകത്തില്ല. എന്ത് വേണം ജീവിതത്തിനകത്ത്? അടങ്ങാത്ത വാശി വേണം, പതറാത്ത മനസ്സ് വേണം. പതറരുത്. നിങ്ങൾ 4 ആൾക്കാർ ഈ ബിസിനസ് നടക്കൂല എന്ന് പറയുമ്പോൾ നമ്മളെന്ത് പറയും? ഇന്റെ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് അഡ്വക്കേറ്റ്, ഒന്ന് പ്രിൻസിപ്പള്, ഡോക്ടർ, എഞ്ചിനീയർമാർ, ഇവരൊക്കെ എന്നോട് പറഞ്ഞ എന്താ ഡയറക്ഷൻ ബിസിനസ് നമ്മളൊക്കെ ചെയ്തിട്ട് നിർത്തി വെച്ചാണ്, സ്കൂൾ പോയിട്ടില്ല, ഇയാണ് മൈലേഷൻ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല. സക്സസ് കൊണ്ട് പ്രൂവ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു. ഞാൻ എന്റെ നാട്ടിൽ ഹൗസ് ഡ്രൈവറായിരുന്നു. ഹൗസ് ഡ്രൈവർ ആയ സമയത്ത് തന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു ആ ഹൗസ് ഡ്രൈവർ ആയിട്ടുള്ള വീട്ടിലൊക്കെ ഡോക്ടർ, എഞ്ചിനീയറോ വീട്ടില്ല. ഇവരൊക്കെ വാന്യൂസിന്റെ ഷോറൂമിനകത്ത്, എൽപിന്റെ ഷോറൂമിനകത്ത്, ഒരു യൂസ് ഫിലിപ്പിന്റെ ഷോറൂമിനകത്തൊക്കെ കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി എന്തെങ്കിലും ഒരു ന്യൂസ് ഇതേമാതിരിയൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലാതെ അനുഗ്രഹം മൈലേഷ്യൻ ബിസിനസ് 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ഷർട്ടും പാൻറ് എടുക്കുന്നുണ്ടെങ്കിൽ അത് വാന്യൂസിന് എൽപി അല്ലാത്തൊരു ഷർട്ട് ഷോറൂമിൽ ചെയ്യാൻ കയറാത്ത ഷോറൂമിൽ അല്ലാതെ കയറിയിട്ട് ഒരൊറ്റ ഷൂ പോലും ഞാൻ യൂസ് ചെയ്യാറ്. ഈ ഹൈടെക് ലൈഫ് സ്റ്റൈലിനകത്ത് മീഡിയ ഫ്രണ്ട്സ് ഈ ബിസിനസ്സിനകത്ത് ഉണ്ടായത്, ഈ ബിസിനസ്സിനകത്ത് തീരുമാനം എടുത്തത്. നിങ്ങൾ ഇതുപോലെ കേട്ട മാതിരി ഒരു മീറ്റിംഗ് 2018 കേട്ടുന്നുണ്ട്. ഇന്നൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയും, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നാണ് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് തരണം. കാരണം ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ പറ്റുന്ന എല്ലാ അനുഭവവും ഞാൻ എന്റെ ലൈഫിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. വാടക കോട്ടേഴ്സിൽ ഞാൻ താമസിച്ചിട്ട് എന്റെ വീട്ടിനകത്ത് എന്റെ സ്വന്തം ഉമ്മന്റെ അനിയത്തി പോലും എന്റെ വീട്ടിൽ കയറാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ഇവരെ മുന്നിലൊക്കെ ഒന്ന് ഗഡ്സോടുകൂടി നിൽക്കാൻ പറ്റുമെന്നുള്ളത്. മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ ഫാമിലിനകത്ത് ഞാൻ എൻജോയ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ആളുകൾ വിരലിലുണ്ടാവുന്ന 2-3 ആളുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ ആ ആഗ്രഹിക്കുന്ന ആഗ്രഹം അടങ്ങാത്ത ആഗ്രഹമാണെങ്കിൽ, അതിന്റെ പിന്നാലെ നിങ്ങൾ കൂടാൻ തയ്യാറാണെങ്കിൽ ഒരു കൈവാക്കാൻ നമ്മൾ റെഡിയാണ്. ഒരു കൈവാക്കാൻ നിങ്ങൾ റെഡി ഉണ്ടോ? ഒരു കൈവാക്കാൻ റെഡി ഉണ്ടോ? താങ്ക് യു.